നമ്മുടെ സ്കൂളിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് നല്ല രീതിയിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു വരുന്നത്. പ്രീ ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഹരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഗുണനപ്പട്ടിക കൃത്യമായിട്ട് പഠിക്കാത്തതായിരുന്നു അതിൻ്റെ ഒരു വിഷയം. ചോദ്യം മാത്രം എഴുതി വെക്കുന്നല്ലേ? പഠിച്ചിനാ ഗുണനപ്പട്ടിക? എത്ര വരെ? അതിന് ശേഷം അറിയില്ലേ? നോക്കാണ്ട് അറിയില്ല, പഠിക്കണ്ടേ? ഈ ഒരു പഠന വിടവ് SRGയിലും തുടർന്നുള്ള PTA എക്സിക്യൂട്ടീവിലും ചർച്ച ചെയ്തു. അപ്പോൾ ഒരു പദ്ധതിക്ക് രൂപം നൽകണം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെയായിരുന്നു വര 1, 2, 3 എന്ന പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ടായത്. ഏകദേശം 1 മാസത്തോളം നമ്മൾ ICTയിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് ഉപാധികൾ ഉപയോഗിച്ച് ചെറിയ അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ തന്നെ തീരുമാനിച്ച് നമുക്കൊരു ലേണിംഗ് എയ്ഡ് വേണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേണിംഗ് എയ്ഡ് നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണമായിട്ടും കുട്ടികളായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായത്. അവർ കളറടിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും അവർ സ്വന്തമായിട്ട് അത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ നമ്മൾ കുറേ ലേണിംഗ് എയ്ഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ഒരിക്കൽ പോലും അവരോട് ഞാനത് ചെയ്തോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവർ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. എനിക്ക് കിട്ടിയൊരു പ്രൊഡക്റ്റ് നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. ജൂൺ മുതലേ പല പദ്ധതികളും തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും മികച്ച ഒരു പദ്ധതിയായിട്ട് വന്നതാണ് വര 1, 2, 3. ഇതിൻ്റെ കളറിങ്ങിൻ്റെ സ്റ്റൈലോ എന്താണെന്നറിയില്ല, ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് LKG 1ാം ക്ലാസ്സിലെ കുട്ടികൾ, അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ കുട്ടികൾ പൊതുവേ ICTയിൽ കാര്യങ്ങളൊക്കെ കൂട്ടലായാലും ഗുണിക്കലായാലും കുറക്കലായാലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ലേണിംഗ് എയ്ഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലായി. എൻ്റെ മോൾ ഈ സ്കൂളിൽ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗുണനപ്പട്ടിക ആദ്യം കുറച്ചേ അറിയുന്നു. ഈ കിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയവരെ നല്ല രീതിയിൽ പഠിക്കാനും അത് സ്വന്തം രീതിയിൽ കണക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് വെച്ചെഴുതിയതാ? അടിപൊളി. ഒമ്പത് പറഞ്ഞ ശിവന് നെട്ടിൻ്റെ പറഞ്ഞ ഏതൊന്ന് 12 പറഞ്ഞേ. നീ 13 പറഞ്ഞടാ. നൂതനമായ പല പരിപാടികളും നമ്മൾ സ്കൂളിൽ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ വർഷം മികവിന് വേണ്ടി നമ്മൾ SRG കൂടി ചില തീരുമാനങ്ങളെടുത്തു. അപ്പോൾ ഗണിതത്തിലാണ് കുട്ടികൾക്ക് കുറച്ച് ബേസ് കുറവ് എന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ ഒരു പ്രത്യേക പാക്കേജ് രൂപീകരിച്ചു. അത് വര 1, 2, 3 എന്നതിനൊരു പേരും കൊടുത്തു. അതിലൂടെ കുട്ടികളെ കുറേ പരിപാടികൾ അതിലൂടെ ചെയ്തു. അതിലൂടെ കുട്ടികൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. നമ്മൾ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇത് നല്ല രീതിയിൽ അവർക്ക് ഗണിതത്തോട് താല്പര്യം ജനിപ്പിക്കാനും ഈ പരിപാടി വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വന്ന് കാണിച്ചേടാ. വർഷത്തെ മികവ് പ്രവർത്തനത്തിൽ ഈ പദ്ധതിയാണ് ഉൾക്കൊള്ളിച്ചത് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി മാറിയതിൽ അതിലേറെ സന്തോഷവും പ്രകടിപ്പിക്കുന്നു.